ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യം സീരിയൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ആര്യനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാട്ടോ. എന്നിട്ട് പറയണ്ടേ, അമ്മ നാളെ തന്നെ ആൾക്കാരെയൊക്കെ നോക്കി വെച്ച് പോളിഷ് ചെയ്യാനുള്ള ആൾക്കാരെയൊക്കെ മിത്ര നിനക്ക് പരിചയമുണ്ടെന്നും പറഞ്ഞില്ലേ, അവരെ നാളെ തന്നെ അറേഞ്ച് ചെയ്യാമെന്ന് പറയുകയാണ്. ആര്യം പറയുന്നുണ്ട്, എന്തായാലും മീനാക്ഷി അടുത്ത് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തപ്പോൾ തന്നെ ഞാൻ ആദ്യം വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് എനിക്ക് അത് വേണ്ടെന്ന് പറയാൻ തോന്നിയില്ല അമ്മേ. കാരണം അങ്ങനത്തെ ഒരു ഏടത്തിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വേറെ ഏതെങ്കിലും ഇതുപോലെ സഹായം ചെയ്യുമോ? അത് നീ പറഞ്ഞത് ശരിയാടാ. മീനാക്ഷിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വലിയൊരു മനസ്സുണ്ട്. ആര്യം പറയുന്നുണ്ട്, അത് മീനാക്ഷിക്ക് മാത്രമല്ല മിത്രയ്ക്കും ഉണ്ട് കേട്ടോ. ആര്യ ഒന്ന് ചുമ്മാതിരിക്കുമെന്ന് മിത്ര പറയുകയാണ് കേട്ടോ. ആര്യം പറയേണ്ടത് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീക്ക് പോക്കാക്കണം. ഞാൻ സിറ്റിയിൽ ഒരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. ആ ഒരു ചെറിയൊരു സ്ഥാപനം നടത്താനുള്ള സ്ഥലമാണ്. പക്ഷെ പെട്ടെന്ന് ശ്രദ്ധ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു ട്രാവൽസ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നേറാൻ പറ്റും. എൻ്റെ ദൈവങ്ങളെ, എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവങ്ങളെ ഞങ്ങൾ കേട്ടു. എത്ര നാളത്തെ എൻ്റെ മോൻ്റെ ഒരു മനസ്സിൻ്റെ ആഗ്രഹം നടത്തി തരണമെന്ന് ഞാൻ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നു. നാളെ നമുക്ക് അമ്പലത്തിലൊക്കെ പോകണമെന്നൊക്കെ നമ്മുടെ ഗോമതി പറയുന്നുണ്ട്. ആ സമയത്ത് ഇത്രയും മിത്ര വേണ്ട, എല്ലാ ഇന്ന് ആര്യൻ്റെ വക ചിലവല്ലേ രാത്രി, പിന്നെ അല്ലാതെ ഇന്ന് അച്ഛനെയും അതുപോലെ തന്നെ ആനന്ദേട്ടനെയും ഒക്കെ നേരത്തെ വിളിക്കണം. ദേവി എടുത്ത് ഇതൊക്കെ പറയണം, നേരത്തെ വരാനായിട്ട്. ഇന്ന് രാത്രി എൻ്റെ വക ഫുൾ ചെലവ് ട്രീറ്റ് എന്നൊക്കെ ആര്യം പറയും കേട്ടോ. അതേസമയം അച്യുതൻ അവിടെയാണെങ്കിൽ മിത്രയുടെ ഗോൾഡ് എല്ലാം തന്നെ വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഈ ഗോൾഡ് ഉണ്ടല്ലോ മിത്രേനെ കൊണ്ട് തന്ത്രപൂട ആരും മേടിപ്പിച്ച് അവൻ ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കാൻ വേണ്ടി പോവുമായിരുന്നു. ഞാൻ കയ്യോടെ ആ ഫിനാൻസ് കമ്പനിക്കാരെ കണ്ട ആ ഗോൾഡ് കയ്യോടെ മേടിച്ചു കൊണ്ടുവന്നു. കള്ളന്മാരെ ബാലനും അവരെ മിത്രേനെ പറഞ്ഞ് പറ്റിച്ചിട്ട് ഈ സ്വർണ്ണം അടിച്ചു മാറ്റാൻ വേണ്ടി നോക്കിയതാ എന്നൊക്കെ പറഞ്ഞ് ഇത് ഞാൻ പ്രശ്നമാക്കിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അച്യുതൻ നേരെ ദേവമംഗലത്തിൽ പോവാട്ടോ. അച്യുതൻ തൊട്ട് പിന്നാലെ നമ്മുടെ കൃഷ്ണമംഗലത്തിൽ എല്ലാവരും അച്ഛനെ തൊട്ട് പിന്നാലെ പോകുന്നുണ്ട്. അപ്പോൾ ധർമ്മം പണ്ട് വേണ്ട ഏട്ടാ, അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറയുമ്പോൾ, നീ ഇപ്പം അവരുടെ കൂടെ ആയോടാ, ഏട്ടൻ ആരുടെ ഭാഗം പറയണല്ലേ, നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ എന്തിനായിട്ട് ഇങ്ങനെ വെറുതെ കുറ്റപ്പെടുത്തുന്നത്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും അച്യുതൻ നേരെ മിത്രയുടെ അടുത്തേക്ക് പോവാട്ടോ. ഇടി മിത്ര, നീ ഇന്ന് ഫിനാൻസ് കമ്പനി പോയല്ലേ, നീ ഇതല്ലേ പണയം വെക്കാൻ കൊണ്ടുപോയത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കാട്ടോ. അത് കാണിക്കുമ്പോഴേക്കും ആര്യൻ്റെ മോഹം അങ്ങോട്ട് മാറും കേട്ടോ. മിത്രയ്ക്ക് എന്ത് പറയണോ എന്നറിയില്ല. കാരണം ആര്യനറിയാതെയല്ലേ. പ്രത്യേകം പറയാം, ഇത് വലിയ പ്രശ്നമാകും, എനിക്കിതിന് പൈസ പോലും വേണ്ട, ഇത് വീട്ടിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് മിത്രേനെ ഓട്ട കയറ്റി വിട്ടതാ. അപ്പോൾ ആ മിത്ര ഈ പൈസ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഫിനാൻസ് കമ്പനിക്കാരെ കാണാൻ പോയത് അതൊന്നും ആര്യനറിയില്ല കേട്ടോ. ഇത് കേട്ടപ്പോൾ ആര്യൻ്റെ ആകെ ഷോക്കാവുകയാണ്. അപ്പം മിത്ര ഒന്നും മിണ്ടാതിരിക്കുക. ആര്യ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ പറയണത്? മിത്ര ഫിനാൻസ് കമ്പനിക്കെതിരെ 10 ലക്ഷം രൂപ വേണമെന്നോ? അപ്പം നീ എന്താടാ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നത്? എടാ, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നീ പറഞ്ഞിട്ട് നിൻ്റെ ഭാര്യയായിട്ടുള്ള ഈ മിത്ര ഈ സ്വർണ്ണങ്ങൾ, അതായത് 25 പവൻ സ്വർണം ഏട്ടനും മേടത്തെയും എൻ്റെ ഭാര്യ കഷ്ടപ്പെട്ട ഇവൾക്ക് ഇത്രയും സ്വർണം എൻ്റെ ഏട്ടനും ഏട്ടത്തെയൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. എന്നിട്ട് ഈ സ്വർണ്ണം എല്ലാം തന്നെ ബാങ്കിൽ കൊണ്ടുപോയി 10 ലക്ഷം രൂപ വേണമെന്ന് നീ അല്ലേടാ പറഞ്ഞത്? അത് പ്രകാരം അവൾ ബാങ്കിൽ പോയിട്ട് നേരെ പോയത് ഫിനാൻസ് കമ്പനിയിലാണ്. ആ ഫിനാൻസ് കമ്പനി എനിക്ക് പരിചയമുള്ളതാണ്. ഈ സ്വർണം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ വീട്ടിലെ സ്വർണ്ണമാണെന്ന്. അപ്പോൾ തന്നെ അത് കയ്യോടെ മേടിച്ചു കൊണ്ടുവന്നു. എൻ്റെ പൊന്നു മോളെ മിത്രേ, എന്തിനാടി കഷ്ടപ്പെട്ട് വീട്ടുകാർ തന്ന സ്വർണം ഇവൻ്റെ കള്ളനായിട്ടുള്ള അച്ഛനും ഒക്കെ കൊണ്ടു കൊടുക്കാൻ പോയത് മിത്ര പറയുന്നുണ്ട്. അതെ, ചെറിയ അച്ഛനൊന്നും മിണ്ടാതിരിക്കുക. ഇത് ആര്യനും അതേപോലെ അങ്കിളും ഒന്നും അറിഞ്ഞിട്ടില്ല. ഇത് അവരാരും അറിയാത്ത കാര്യമാണ്. ആര്യം വിളിച്ചു പോവാട്ടോ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഇത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ചെയ്തത് എന്ന് പറയുമ്പോൾ ആര്യം ഞെട്ടിപ്പോവാം. മിത്ര, നീ എന്തൊക്കെയാണ് പറഞ്ഞത്? നീ ഫിനാൻസ് കമ്പനിയിൽ പോയോ?
10 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞോ? പോയോന്ന്? എന്തിനാ മിത്രേ? ആര്യ എന്നോട് ക്ഷമിക്കണം. അത് പിന്നെ ഞാൻ വേണ്ടേ? നീ സത്യം എന്താ വെച്ചാൽ പറ മിത്രേ, എല്ലാവരുടെയും മുമ്പിൽ നീ സത്യം പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് ആര്യം ചോദിക്കുമ്പോൾ മിത്ര പറയാം, ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ പറയാം. അതായത് ഈ 10 ലക്ഷം രൂപ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അത് വേറൊന്നിനുമല്ല, ആര്യന് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയായിട്ടാണ്. ആര്യൻ ഒരുപാട് സ്ഥലത്ത് ലോണിന് വേണ്ടി അപേക്ഷിച്ചെങ്കിലും ആരും ലോൺ കൊടുത്തില്ല. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ബുദ്ധിയാണ് ഈ സ്വർണം കൊണ്ട് പണയം വെച്ചിട്ട് 10 ലക്ഷം രൂപ ആര്യന് കൊടുക്കുന്നത്. പക്ഷേ ആ സ്വർണം വെച്ച പൈസ ആര്യന് വേണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞാൽ അപ്പോൾ ഞാൻ വേറൊരു കുറുക്ക് വഴി തീരുമാനിച്ചു. 10 ലക്ഷം രൂപ സ്വർണം പണയം വെച്ചിട്ട് 10 ലക്ഷം രൂപ മീനാക്ഷിയുടെ അടുത്ത് കൈ കൊടുക്കണം. എന്നിട്ട് മീനാക്ഷിയുടെ PF-ന്ന് ലോൺ എടുത്താന്ന് പറഞ്ഞ് ആര്യന് കൊടുക്കാമെന്ന്. അപ്പോൾ ആരെയും മേടിക്കൂല. അതാണ് എൻ്റെ പ്ലാൻ. അല്ലാതെ ഒരിക്കലും ഇത് ആര്യനോ ഇവിടുത്തെ അങ്കിളോ വേറെ ആരോ അറിഞ്ഞിട്ടില്ല. ഇതെല്ലാം എൻ്റെ സ്വന്തം ഐഡിയ ആണ് എന്ന് പറയുകയാണ്. ഇത് കേൾക്കണ അച്യുതൻ പറയുകയാണ്, ഓഹോ, നീ നിൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി നോക്കുവാണോ? എനിക്ക് മനസ്സിലായിടി, നിൻ്റെ അച്ഛനും അമ്മയും നിനക്ക് തന്ന മൊത്തം 50 പവൻ, ഇപ്പോൾ ഇതിലുള്ളത് 25 പവൻ. അപ്പോൾ അതിനർത്ഥം ബാക്കി 25 പവൻ നീ എപ്പോഴേക്കോ ഇവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് പോരാണ്ട് ബാക്കിയുള്ള സ്വർണം കൂടി നിന്നെ കൊണ്ട് പണയം വെപ്പിക്കാൻ വേണ്ടി നോക്കിയവരാ. നീ സപ്പോർട്ട് ചെയ്യാൻ മടിയില്ലടി മിത്രേ എന്ന് പറയുകയാണ്. അപ്പോൾ ഭാര്യയും പണ്ട് എന്തേ മിണ്ടാതിരുന്നോ നിങ്ങൾ എന്ന് പറയുകയാണ്. അവിടെയൊക്കെ ബാലനും വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ബാലൻ ഇരച്ചു കുത്തി വരിക. എന്തോ ഇവിടെ പ്രശ്നം, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അച്യുതൻ പറയുന്നുണ്ട്, ബാല തനിക്ക് നാണം ഉണ്ടോടാ, കള്ള ഉളുപ്പുണ്ടോടാ എന്ന് പറയണതേ, മര്യാദയ്ക്ക് സംസാരിച്ചോണം. ഓഹോ, അപ്പം നിങ്ങൾക്ക് മര്യാദ കാണിക്കാം അല്ലേ? ഇവിടുന്ന് മിത്ര 50 പവൻ കൊടുത്തുനിന്ന് ആ 50 പവന് 25 പവൻ നിങ്ങൾ എപ്പോഴോ വിറ്റ് തെളിച്ചു. പക്ഷേ ബാക്കി 25 പവൻ കൂടി ഈ പാവം പെണ്ണിനെ കൊണ്ടുപോയി ഫിനാൻസ് കമ്പനിയിൽ പണയം വെക്കാൻ നോക്കിയോ? കൊടുക്കാൻ വേണ്ടി താൻ പറഞ്ഞില്ലടോ. ഞാൻ പറഞ്ഞൊന്നും എന്തൊക്കെയാണ് ഇവർ പറയുന്നത്? അങ്കിളെ എന്നോട് ക്ഷമിക്കണം, അങ്ങനെയൊന്നുമല്ല നടന്ന കാര്യം. അത് സ്വർണം തിരിച്ചു കിട്ടിയ അങ്കിളെ. ആ സമയത്ത് അതിന് ഒരു സഹായം ആവട്ടെ, ആരിനൊരു സഹായം ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി സ്വർണം പണയം വെക്കാൻ വേണ്ടി നോക്കി. പിന്നീട് ഇവർ പറയുന്നതൊക്കെ വെറുതെ ഉണ്ടാക്കിയ കഥകളാണ് അങ്കിളെ പറയുന്നത് എന്ന് പറയുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, നടന്ന സംഭവങ്ങളൊക്കെ മിത്ത പറഞ്ഞല്ലോ, അത്രയേ ഉള്ളൂ നടന്നിട്ടുള്ളൂ. നിങ്ങൾ അവൾക്ക് കൊടുത്ത സ്വർണം അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടി അവൾ തീരുമാനിച്ചു. അല്ലാതെ അതിൽ എനിക്കോ ആരിനോ ഈ വീട്ടിലുള്ള ബാക്കി ആർക്കോ ഒരു പങ്കുമില്ല എന്ന് പറയുമ്പോൾ മിത്ത പറയണ്ടേ, അമ്മേ അച്ഛ, എനിക്ക് നിങ്ങളോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ എനിക്ക് സ്വർണം തന്നപ്പോൾ നിങ്ങൾക്ക് എന്താ അത് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ എനിക്ക് സ്വർണം തന്നത്? എൻ്റെ ആണെന്ന് പറഞ്ഞിട്ടല്ലേ ബാങ്കിൽ ലോക്കറി വെച്ച് പൂട്ടാൻ വേണ്ടിയാണോ നിങ്ങൾ എൻ്റെ കഴുത്തിലും കാതിലും ഒക്കെ സ്വർണം ഇട്ട് എന്ന് പറഞ്ഞിട്ടല്ലേ എനിക്ക് തന്നത്? അല്ല, എനിക്കറിയില്ല. നിങ്ങൾ എന്നോട് കല്യാണ സമയത്ത് എനിക്ക് സ്വർണം തന്നത് പറഞ്ഞ കാര്യം നിനക്ക് ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഈ സ്വർണ്ണം ഉപകാരപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എനിക്ക് ഈ സ്വർണം തന്നത്. അന്ന് 100 പവനാണ് നിങ്ങൾ തരാൻ നിന്നത് കല്യാണത്തിന്. പക്ഷേ ആ 100 പവന് 50 പവൻ കല്യാണത്തിൻ്റെ തലേന്ന് എനിക്ക് ഇട്ട് തന്നു. ആ 50 പവനായിട്ടാണ് ഞാൻ പോയത്. പക്ഷേ അപ്പോഴും എൻ്റെ വിശ്വാസം എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി തന്നത് എന്നൊരു രീതിയിലായിരുന്നു. ഇപ്പോൾ അമ്മയും അച്ഛനും കല്യാണത്തിന് സ്വർണം തന്നില്ലേ, അതുപോലെ എനിക്ക് ഇട്ട് തന്നത് അത് എൻ്റെ ആവശ്യത്തിന്, എൻ്റെ ഭർത്താവിൻ്റെ ആവശ്യത്തിന് വേണ്ടി തന്നെ എടുത്തു. അത് എൻ്റെ ഭർത്താവിന് വേണ്ടി മാത്രം ആവശ്യമല്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു വരുമാന മാർഗം, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് ഭാവിയിലേക്ക് ഞങ്ങളുടെ മക്കൾക്കും വേണ്ടി ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിച്ചത്. ഞാൻ ആ സ്വർണ്ണം എടുത്തത് എന്ന് പറയുമ്പോൾ അതൊക്കെ കേട്ട് അനന്തം അവിടേക്ക് വരുന്നുണ്ട്. അച്യുതനോട് പറയുന്നുണ്ട്, എടാ അച്യുത, നിനക്ക് നാണമില്ലടാ എങ്ങനെ പ്രശ്നം ഉണ്ടാകാനായിട്ട്? എൻ്റെ മോൾക്ക് അവൾക്ക് ഞാൻ കൊടുത്ത സ്വർണം അത് ആരിനും അവളും ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി എടുത്തെങ്കിൽ അത് അവരെടുത്തോട്ടെ, അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. ഈ രാജശ്രീക്ക് ഇവളുടെ വീട്ടിൽ നിന്ന് 100 പവൻ വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തിരുന്നു. ആ സ്വർണം ഫുള്ള് നീയല്ലേടാ ഓരോ ബിസിനസ്സിന് വേണ്ടി ഇറക്കി കളഞ്ഞത്. അപ്പോഴേക്കും നിനക്ക് ഇതുപോലെ പറയാനൊന്നും ഉണ്ടായില്ലല്ലോ. ഇപ്പോൾ എൻ്റെ മോള് അവളുടെ ഭർത്താവിന് അവൾക്കും വേണ്ടി ജീവിക്കാൻ വേണ്ടി ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോയപ്പോഴേക്കും നീ അത് അവർ കട്ടുമോഷ്ടിച്ചു എന്നൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല എന്ന് പറയാണ്. അപ്പോൾ അച്യുതൻ പറയുന്നുണ്ട്, ഓഹോ,
അപ്പോൾ ഏട്ടനും അവരുടെയും കൂടെ ആയില്ലേ. ഞാൻ അവരുടെ കൂടെ ഒന്നും ആയതല്ല. ഉള്ള കാര്യം ഉള്ള പോലെ പറയാനാണ് ഞാനും എൻ്റെ ഭാര്യയും ഇഷ്ടദാനം ആയിട്ട് എൻ്റെ മോൾക്ക് കൊടുത്തതാണ്. അത് അവൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടെ. അവർ വിൽക്കുകയോ പണയം വയ്ക്കുകയോ ബിസിനസ് നിർത്തുകയോ എന്തും ചെയ്തോട്ടെ, അത് നീ നോക്കണ്ട. നിങ്ങൾ എല്ലാവരും പോയിക്കോ, ബാക്കി എല്ലാവരും വീട്ടിലേക്ക് പോയിക്കോ, ഇവർ വീട്ടിൽ എന്നൊക്കെ അനന്തം പറയുമ്പോൾ അച്യുതൻ പറയണ്ടേ, എന്തായാലും ബാല ഉളുപ്പുണ്ടോടാ, സ്ത്രീധനം വാങ്ങില്ല, കൊടുക്കില്ല, മറ്റുള്ളവരുടെ 5 പൈസ വേണ്ട, 5 പൈസ ആഗ്രഹിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം മരുമകളുടെ സ്വർണം എടുത്ത് പണയം വെച്ച് ബിസിനസ് തുടങ്ങാൻ ഉളുപ്പുണ്ടോടാ ബാല എന്നൊക്കെ പറഞ്ഞിട്ട് നാണമില്ലാത്തവനെ എന്നൊക്കെ പണ്ട് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാട്ടോ. മിത്രയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. മിത്ര കാരണം ഇത്രമാത്രം പ്രശ്നമായല്ലോ എന്ന്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും മീനാക്ഷി വരുന്നുണ്ട്. മീനാക്ഷിക്കും കിട്ടും ആര്യൻ്റെ കയ്യിൽ നിന്ന്. എന്നാന്ന് വെച്ചാൽ മീനാക്ഷി എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത് മിത്രയുടെ ഒപ്പം. അത് കാരണം മീനാക്ഷി വരാൻ നോക്കിയിരിക്കുകയാണ് ആര്യ. അങ്ങനെ മീനാക്ഷിക്കും കിട്ടും ആര്യൻ്റെ കയ്യിൽ നിന്ന്. അത് വേറെ കാര്യം. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.